ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് തേങ്ങ വറുത്ത് ഒരു വർഷം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് അധികം തേങ്ങ ഞാനിവിടെ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് ചിരവ് ഉപയോഗിച്ച് ചിരകിയതല്ല കേട്ടോ. കൂടുതൽ തേങ്ങ ഒക്കെ നമുക്ക് ചിരകാനുണ്ടാവുമ്പോൾ ചിരവ് ഉപയോഗിച്ച് ചിരകി എടുക്കുന്നത് ഭയങ്കര റിസ്ക് ഉള്ള പണിയാണല്ലോ അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇത് വളരെ ഈസി ആയി ചിരകേണ്ട മെത്തേഡ് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കി. അപ്പോൾ ഞാനിപ്പോൾ ഈ എടുത്ത തേങ്ങ കുറച്ചധികം ഉണ്ടായതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞ് കഴുകിയിട്ട് അതിലിട്ട് കൊടുക്കാം. ഇങ്ങനെ തേങ്ങ വറുത്ത് സൂക്ഷിക്കുന്നത് പുറത്ത് ജോലി ചെയ്യുന്നവർക്കും ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെ വളരെ ഈസി ആയ ഒരു മെത്തേഡാവും. അവർ ജോലിയൊക്കെ പെട്ടെന്ന് കഴിക്കാനും ഒക്കെ വളരെ യൂസ്ഫുള്ളാവും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ റമദാനൊക്കെ ഉള്ള വരുന്നത് ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ റമദാൻക്കും വളരെ യൂസ്ഫുള്ളാകും. നമ്മളെ ജോലി പെട്ടെന്ന് തീർക്കാനും ഒക്കെ പറ്റും. നോമ്പിന് നമ്മൾ പത്തിരി, പൊറാട്ട, പൂരി ഇതിൽക്കൊക്കെ നമ്മൾ വറുത്തരച്ച ചിക്കന്, ബീഫ്, മട്ടന് ഒക്കെ കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി. ഇപ്പം ഞാനിതാ എടുത്ത ഉള്ളികൾ മുഴുവനും തൊലി കളഞ്ഞ് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിരകി വെച്ച തേങ്ങയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി നിറയെ തന്നെ ഉള്ളിയുണ്ട്. ഉള്ളി കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഒരു 5-6 ഉണക്കമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതാണ് വലിയ ജീരകം. അതും ഒരു 2-3 സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ തേങ്ങ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര 3 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ജസ്റ്റ് അതിലേക്ക് ഊരിയിട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തോളി, നല്ല ടേസ്റ്റാണല്ലോ. ഞാനിത് കുറച്ച് അധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമുക്കിത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ ഇട്ടിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഇത് കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ് കുറേശ്ശെ എടുത്ത് വറുത്തെടുക്കുന്നത്. ഒന്നാകെ ഒരു ട്രിപ്പ് ഇട്ട് വറുത്തെടുക്കരുത് കേട്ടോ. വലിയ ഉരുളിയൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം ഇട്ടിട്ടൊക്കെ വറുത്തെടുക്കാം. ഞാൻ ഇതേപോലത്തെ പാൻ ആയതുകൊണ്ടാണ് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ, കരിഞ്ഞു പോകരുത്. തീ കുറച്ച് വെച്ച് വറുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പുറം ഭാഗവും ഉൾഭാഗവും ഒക്കെ നല്ല എന്ത് വന്നോളും. കൂടുതൽ കാലം സൂക്ഷിക്കാനുള്ളത് കൊണ്ട് നല്ല കുറച്ച് വെച്ച് വറുത്തെടുക്കുക തന്നെ വേണം. അല്ലാഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊന്നും പോവാതായാൽ തേങ്ങ പെട്ടെന്ന് കേട് പോവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല വെള്ളത്തിൻ്റെ അംശമൊക്കെ പോവണമെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാനങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് കുറേശ്ശെ ആയിട്ട് 2-3 ട്രിപ്പ് ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇപ്പം ചെയ്തു വെക്കുകയാണെങ്കിൽ റമദാൻക്കൊക്കെ മിക്ക വീടുകളിലും തേങ്ങ വറുത്തരച്ച് കറി വെക്കണ വീടുകളൊക്കെ ഉണ്ടാവും. എല്ലാ ദിവസം ഇല്ലെങ്കിലും 1-2 ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വളരെ ഉപകാരമാവും. അങ്ങനെ ഞാനിൻ്റെ തേങ്ങ വറുത്തെടുത്തിട്ട് ഇതേപോലെ ഒന്നിനോട് ഒട്ടാതെ നല്ല തരിയായിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ട്. ഇത്ര ആയാൽ മതിയിട്ടെൻ്റെ അതിൻ്റെ മൂപ്പ്. ഇനി കരിഞ്ഞു പോകണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. ഇത്ര ആയാൽ നമുക്കൊരു പരന്ന തട്ടിലേക്ക് തന്നെ ഇത് മാറ്റിയെടുക്കുക. കുറച്ച് വലിയ തട്ടിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ചൂടോടുക്കെ വെക്കാൻ പറ്റൂല. അപ്പോൾ അത് ചൂടാറി വരാനും വേണ്ടിയിട്ട് ഒരു പരന്ന തട്ടിലേക്ക് തന്നെ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള തേങ്ങ കൂടെ അതേപോലെ തന്നെ വറുത്തിട്ട് ആ തട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ എടുത്ത തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. 2-3 ട്രിപ്പ് ഇട്ടിട്ടാണ് വറുത്തിട്ടുള്ളത്. കൂടുതലിട്ട് വറുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ വറുത്ത് കിട്ടൂല. ചില ഭാഗങ്ങൾ കരിഞ്ഞു പോകും. അതാണ് നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച്, ഏത് പാത്രത്തിലാണ് വറുക്കുന്നത് അതിനനുസരിച്ച് അതിലിട്ട് വറുത്ത്. ഉരുളി പോലത്തെ വലിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ അത്യാവശ്യം കൂടുതൽ തന്നെ ഇട്ട് വറുക്കാം. ഇതേപോലത്തെ പാനാണെങ്കിൽ ഇപ്പം ഞാനിട്ട അത്ര ഒക്കെ തന്നെ ഇടാൻ പറ്റുള്ളൂ.
അപ്പോൾ ഞാനിത് 2-3 തവണ ആയിട്ട് വറുത്തെടുത്തേക്കണ്. ഇനി നമുക്കിത് നല്ല ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ചൂടോടുക്കെ വെച്ചാൽ സാധനം പെട്ടെന്ന് കേട് വന്ന് പോകും. പിന്നെ അതേപോലെ വറുത്തെടുക്കുമ്പോൾ ഇതേപോലെ തന്നെ നല്ല ഒന്നിനോട് ഒട്ടാതെ നല്ല തരിതരിയായിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. അധികം വെന്തിട്ടില്ല, തേങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും തേങ്ങ പെട്ടെന്ന് കേട് പോകും. അപ്പോൾ ഇതേപോലെ വറുത്തെടുക്കുക. പിന്നെ കൂടുതൽ മൊരിയിപ്പിക്കാനും നിൽക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ കറിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ മൂപ്പിക്കും ചെയ്യരുത്, തീരെ മൂക്കാതിരിക്കും ചെയ്യരുത്. ഇതേ പരുവത്തിൽ ആക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ നല്ല ചൂടാറിയതിന് ശേഷം ഒരു കവറിൽ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കവറിലോ സിബ്ലോക്ക് കവറിലോ അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റായ കണ്ടെയ്നറിലോ എന്തിലെങ്കിലും ആക്കി കൊടുത്താൽ മതി. ഈ ഗൾഫിലൊക്കെ പോണവർക്കൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് വളരെ യൂസ്ഫുള്ളാകും. അങ്ങനെ ഞാനിത് ഈ കവറിൽ ആക്കിയിട്ട് ഇതേപോലെ ഒരു എയർ കടക്കാതിരിക്കാൻ നല്ലൊരു ക്ലിപ്പ് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. സിബ്ലോക്ക് കവറാണെങ്കിൽ അത് നല്ല സുഖമാണ്, അതിലാക്കിക്കാണ്ട് സിബ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ സിബ്ലോക്ക് കവർ ഇല്ലാത്തത് കൊണ്ടാണ് ഇതേപോലത്തെ കവറിലാക്കി കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് ഈ എയർ ടൈറ്റായ കണ്ടെയ്നറിലും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തേങ്ങ വറുത്തരച്ച കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ടൈമില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്തരക്കാനൊന്നും നിൽക്കണ്ടല്ലോ. ഇതവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇത് എടുത്തുക്കാണ്ട് പെട്ടെന്ന് കറിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാനിത് ഫ്രീസറിലാണ് സൂക്ഷിച്ച് വെക്കണത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി റമദാൻക്കൊക്കെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാകും. ഇതുപോലെ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റിലൂടെ പറയണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.